Yes. Good evening, everyone. എല്ലാരും ദിവസത്തിന്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണോ? റെസ്റ്റ് എടുക്കാണ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഉറങ്ങാനുള്ള കഴിഞ്ഞു. ഓക്കെ. അപ്പൊ പവർ ഉണ്ടോ ഇല്ലയോ, എനർജി ഉണ്ടോ ഇല്ലയോ, എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങേണ്ട മൂഡിൽ എത്തിയോ? എനർജി ഉണ്ടെങ്കിൽ എനർജി ഒന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. എനർജി ഒന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു എനർജി വേണം. ഗുഡ് ഈവനിങ് ഡിയർ, ഗുഡ് ഈവനിങ്. എനർജി ഇല്ലേ? ഈ എന്ന് ടൈപ്പ് ചെയ്യോ? Yes. Thank you so much, Elisa. Thank you. Okay. ഇന്നത്തെ നമ്മുടെ വിഷയം we are going to speak about public speaking. പബ്ലിക് സ്പീക്കിംഗ് എന്താണെന്നും അതിന്റെ ഒരു ഭംഗി എന്താണെന്നും അത് എന്തിനാ പഠിക്കുന്നതെന്നൊക്കെ എല്ലാവരും കുറേ ഡൗട്ട്സ് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും ഒരു സെഷൻ അങ്ങോട്ട് വെക്കാം. പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു എഫക്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് അറിയിക്കണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയണേ. സ്ലൈഡ് ഉണ്ട്. യെസ്. അപ്പൊ എന്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്. ഐ ഹാവ് ഇനഫ് എനർജി. വാവ്, അടിപൊളി. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ സെഷൻ ബേസിക്കലി പബ്ലിക് സ്പീക്കിങ്ങിന്റെ 5 P's കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം പബ്ലിക് സ്പീക്കിംഗ് ഒരു വാസ്റ്റ് ഏരിയ ആണ്, നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു 5 P ഏരിയ മാത്രം എടുക്കാന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ എത്ര പേർക്ക് നല്ല സ്പീക്കർ ആവണം, ട്രെയിനർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്? ഉള്ളവർ യെസ് എന്ന് പറഞ്ഞേ, ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി കേട്ടോ. നിങ്ങൾക്ക് സ്പീക്കറും ട്രെയിനറും ആവാൻ ആഗ്രഹമുണ്ട്. എന്തായിരിക്കും കാരണം? ഒരു സ്പീക്കർ ആയാൽ എന്ത് കിട്ടും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ പറയട്ടെ? പറഞ്ഞോ. യെസ്, ഓഫ് കോഴ്സ്. ആളുകളുടെ മുൻനിരയിലേക്ക് വരാം. യെസ്. ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും എല്ലാവരുടെയും മുന്നിൽ ഒരു അറിയപ്പെടുന്ന ഒരു ക്വാളിറ്റി ഉള്ള ലീഡറായിട്ട് മാറാം. യെസ്, വെരി നൈസ്. കറക്റ്റ് ആണ് ആ പോയിന്റ്. മിനിഞ്ഞാന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട് യൂട്യൂബില്? രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ എന്തുകൊണ്ടാ അത് കേട്ടുന്നത്? കാരണം ഹി വാസ് ഡൂയിങ് എ പബ്ലിക് സ്പീക്കിംഗ് അല്ലേ? അതിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ ഇരുന്നു പോയി, അത് കേട്ടിരുന്നു പോയിട്ടുണ്ട് അല്ലേ? സോ ആസ് നമ്മുടെ സാറ് പറഞ്ഞതുപോലെ പബ്ലിക് സ്പീക്കിംഗ് ഗിവ്സ് യു ദാറ്റ് അതോറിറ്റി, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ്. അത് എല്ലാവർക്കും ആവശ്യമുള്ള സ്കില്ല് തന്നെയാണ്. ഇനിയിപ്പോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. മഹാത്മാഗാന്ധി, ഹിറ്റ്ലറും മാർട്ടിൻ ലൂതർ കിങ്ങും, ഈ 3 പേരുടെയും പ്രസംഗം കൊണ്ട് പലതും ഇവിടെ നടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ പ്രസംഗം കൊണ്ട് എന്താ നടന്നത്? സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? അതേപോലെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗം കൊണ്ട് എന്താ നടന്നത്? ഐ ഹാവ് എ ഡ്രീം അല്ലേ? ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ ആ സ്പീച്ച് കൊണ്ട് എന്താ നടന്നത്? അതിനുശേഷമാണ് വൈറ്റ്സും ബ്ലാക്സും, അതായത് വെളുപ്പും കറുപ്പും ഉള്ളവർക്ക് പണ്ട് അവർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റില്ല, അവർക്കൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, കളർ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ അവർക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ആ സ്പീച്ച് കഴിഞ്ഞ പിന്നെ എന്ത് സംഭവിച്ചു? ദിയർ മൈൻഡ് ഷിഫ്റ്റഡ് അല്ലേ? അവർ ഒന്നിച്ചിരുന്ന് പഠിക്കേണ്ട ഒരു മൂഡിലേക്ക് എത്തി. അതേപോലെ തന്നെ ഹിറ്റ്ലറുടെ സ്പീച്ച് കൊണ്ട് എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചേ? ഇഷ്ടംപോലെ ആളെ കൊല്ലാൻ പറ്റി അല്ലേ? അപ്പോ നമ്മളുടെ സ്പീച്ച് കൊണ്ട് നമുക്ക് ഒരാളെ വളർത്താനും പറ്റും, തകർക്കാനും പറ്റും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന്? ഈ 3 ആൾക്കാരും 3 രീതിയിലാണ് അത് യൂസ് ചെയ്തത്.
വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റും ഇമ്പാക്റ്റും അതിന് വന്നിട്ടുമുണ്ട്. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ആർ ഗോയിങ് ടു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ മേലെ. ഓക്കെ, അത് 5 P's ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആണ്. ഓക്കെ, അതെന്തൊക്കെയാണ്? പ്ലാന്, പ്രിപ്പയർ, പ്രാക്ടീസ്, പോളിഷ്, പ്രസന്റ്. ഓക്കെ, ഇതാണ് 5 P's ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഈ 5 P ആണ് മെയിൻലി നമ്മളുടെ കോഴ്സ് ത്രൂ നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം ഈ 5 ഏരിയാസിൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ പ്രസന്റേഷൻ അടിപൊളിയായിരിക്കും, ആൾക്കാർ നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ, ഓരോന്നിനെയും നമുക്ക് എടുത്തിട്ടൊന്ന് പഠിക്കാം. ആദ്യം പ്ലാന്. ഫസ്റ്റ് P എന്താ? പ്ലാന്. പ്ലാൻ എന്ന് പറഞ്ഞാല്, ഞാനിപ്പോ ഒരു ടോപ്പിക് എടുക്കാൻ പോകുന്നു, അതായത് ഞാനൊരു ടോപ്പിക്ക് സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ യു ഹാവ് ടു നോ എൻ്റെ ഓഡിയൻസ് ആരാണ്, അവിടെ ആരാണ് എന്നെ കേൾക്കാൻ വന്നിട്ടുള്ളത്. അത് കുട്ടികളാണോ, സ്ത്രീകളാണോ, പുരുഷന്മാരാണോ, അല്ലെങ്കിൽ പ്രായം ചെന്നവരാണോ, അല്ലെങ്കിൽ ടീനേജ് പീപ്പിൾ ആണോ, ആരാണ് നിങ്ങളുടെ ഓഡിയൻസ് എന്ന് ആദ്യം അറിയണം. എന്നിട്ട് വേണം നിങ്ങൾ ടോപ്പിക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലാണ്ട് ആദ്യം തന്നെ എനിക്കൊരു ടോപ്പിക് ഉണ്ട്, ആര് മുന്നിലിരുന്നാലും ഞാൻ ഈ ടോപ്പിക്കേ പറയൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. സോ ഫസ്റ്റ് നമ്മളുടെ ഓഡിയൻസിനെ നമ്മൾ അറിയണം. ആ ഓഡിയൻസിന് വേണ്ട ടോപ്പിക് എന്താണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, അത് മാത്രമല്ല, ഇനി ഓഡിയൻസിന് വേണ്ട ടോപ്പിക് നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റൂല. നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം, നമുക്ക് അതിൻ്റെ അകത്ത് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. ആ ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദാറ്റ്സ് എ സെക്കൻഡ് പോയിന്റ്. പിന്നെന്താ, നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ന വിഷയത്തെ കുറിച്ചാണ്, അത് സംസാരിച്ച് കയ്യലോട് കൂടിയിട്ട് ഇന്ന കാര്യങ്ങൾ ഇവരിലേക്ക് എത്തിയിരിക്കണം, അവർക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിരിക്കണം. ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, എന്നിട്ടാണ് നമ്മളുടെ കീ മെസ്സേജ്, കറക്റ്റ് മെസ്സേജ് എന്താണ് ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്ന മെസ്സേജ്. അതായത് ഞാൻ സംസാരിച്ച് കയ്യലോട് കൂടിയിട്ട് ഇവരെല്ലാവരും മടിയന്മാരായി ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ സ്വഭാവം മാറിയിരിക്കണം. അതായിരിക്കും എൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പൊ എൻ്റെ കീ മെസ്സേജ് എന്തായിരിക്കും? എങ്ങനെ ഇത് ലേസിനെസ് ഒഴിവാക്കാം, എങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാം, ഇതായിരിക്കും എൻ്റെ കീ മെസ്സേജ്. ഓക്കെ, സോ ഫസ്റ്റ് പീസ് വാട്ട്? പ്ലാനിങ്. പ്ലാനിങ്ങിൽ എന്തൊക്കെ അറിയണം? നമ്മൾ ഓഡിയൻസിനെ അറിഞ്ഞിട്ട് ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ആ ഓഡിയൻസിന് എന്താണ് അവരുടെ പെയിൻ പോയിന്റ്, ആ പെയിൻ പോയിന്റ് ഞാൻ എങ്ങനെ നീക്കും, ഈ സംസാരത്തോട് കൂടിയിട്ട് അവർക്കൊരു ചേഞ്ച് എന്തായിരിക്കും വരുന്നതെന്ന്. ഓക്കെ, ദാറ്റ്സ് എ ഫസ്റ്റ് P. സെക്കൻഡ് P ആണ് പ്രിപ്പയർ. അപ്പൊ ഞാൻ ടോപ്പിക് ഒക്കെ സെലക്ട് ചെയ്തില്ലേ, എന്നിട്ട് പിന്നെ ഒറ്റയടിക്ക് പോയിട്ട് ഞാൻ ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയാൽ പോരാ. വി ഹാവ് ടു പ്രിപ്പയർ, റൈറ്റ്? അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് എവിടെ നിന്നൊക്കെയാണോ നമുക്ക് കിട്ടാൻ പറ്റുക അതൊക്കെ നമ്മൾ കണ്ടൻസ് എടുത്തു വെക്കണം, റൈറ്റ്? ഇറ്റ് ക്യാൻ ബി ഫ്രം ബുക്സ്, ഫ്രം നമ്മുടെ നോട്ട്സ് ഉണ്ടെങ്കിൽ അത്, ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത്, യൂട്യൂബ് ചാനൽസ് ഉണ്ടെങ്കിൽ അത്, ബുക്സ് ഉണ്ടെങ്കിൽ അത്, നമ്മളെ മെന്റേഴ്സിനോട് ആരോടൊക്കെ ചോദിക്കണോ, എവിടെ നിന്നൊക്കെ എടുക്കണോ, എല്ലാം സെർച്ച് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കണ്ടൻസ് നമ്മൾ ഉണ്ടാക്കണം. ആ കണ്ടന്റിന് നല്ലൊരു പവർഫുൾ ഓപ്പണിങ്ങും പവർഫുൾ ക്ലോസിങ്ങും കൊടുക്കണം. മെയിൻ തിങ്, നമ്മൾ പവർഫുൾ ഓപ്പണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വലിയൊരു സംഭവമാണ് CTA. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് CTA അറിയാം? CTA അറിയോ? CTA എന്താണെന്നറിയോ? ഇല്ല. ഇല്ല. കോൾ ടു ആക്ഷൻ എന്ന് പറയും. C for call to action. കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ ഈ പ്രൊക്രാസ്റ്റിനേഷൻ കുറിച്ചിട്ട്, അതായത് നിങ്ങൾ നീട്ടി വെക്കുന്ന സ്വഭാവക്കാരാണോ എന്നുള്ള ഒരു ടോപ്പിക്കിന്റെ മേലെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നു. ലാസ്റ്റ് ഞാൻ കോൾ ടു ആക്ഷൻ എന്താ കൊടുക്കുക? ഞാൻ കുറെ ഇത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ടു ഡു ലിസ്റ്റ് ചെയ്യണം, പോമോഡോറോ ടെക്നിക്കൊക്കെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ചെയ്താൽ ഇത് കിട്ടും, അത് ചെയ്താൽ ഇത് കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എൻ്റെ കോൾ ടു ആക്ഷൻ എന്തായിരിക്കും? ലാസ്റ്റ് ഞാൻ പറയുന്നത് എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ എപ്പോൾ തൊട്ടിട്ട് ഈ ടു ഡു ലിസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങും? എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഇപ്പൊ സപ്പോസ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിക്കുന്നതാണെങ്കിൽ എൻ്റെ കോൾ ടു ആക്ഷൻ എന്തായിരിക്കും? എപ്പോൾ തൊട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കീപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന്
ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. യെസ് മാം, ഇന്ന് തന്നെ തുടങ്ങും. അത് അവരെ കൊണ്ടൊരു പണിയെടുപ്പിക്കുന്ന സംഭവം. അതായത് അവർ വെറുതെ വന്ന് 2-3 മണിക്കൂർ നമ്മളെ മുഖവും നോക്കിയിട്ട് ആയിക്കോട്ടെ എല്ലാം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ പോയാൽ പോരല്ലോ. അവരിലൊരു ചേഞ്ച് കൊണ്ടുവരണ്ടേ? അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കോൾ ടു ആക്ഷൻ. അതായത് നമ്മൾ തന്നെ ഒരു പോയിന്റ് അങ്ങോട്ട് ഇട്ടെടുക്കുക. നിങ്ങൾ റെഡി അല്ലേ, അത് ചെയ്യാൻ റെഡിയാണോ എന്ന് പറയുമ്പോൾ യെസ് റെഡിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, നല്ല കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക ഫ്രം ഓൾ. എവിടെ നിന്നൊക്കെ കിട്ടും. ഇന്ന് പിന്നെ ChatGPT ഒക്കെ ഉള്ള സമയത്ത് ഇറ്റ്സ് വെരി ഈസി ടു പ്രിപ്പയർ കണ്ടന്റ്സ്. ആ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക, അതിന് നല്ല പവർഫുൾ ആയിട്ടുള്ള ഓപ്പണിംഗ് ഒക്കെ കൊടുക്കുക, ലാസ്റ്റ് ഒരു കോൾ ടു ആക്ഷനും കൊടുക്കുക. ഓക്കെ, അങ്ങനെ പ്രിപ്പറേഷനും കഴിഞ്ഞു. എന്തൊക്കെ കഴിഞ്ഞു? പ്ലാനിങ്ങും കഴിഞ്ഞു, നമ്മൾ പ്രിപ്പയർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് പ്രിപ്പയറും ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത എന്താ? പോകുന്നതിന് മുന്നേ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം അല്ലേ? റൈറ്റ്, പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറ്? എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യാറ്? ആരും ഇല്ലേ ഇവിടെ? എല്ലാരും പോയോ? യെസ്, ഞാനും ആദ്യം നല്ല മിററിലൊക്കെയാണ്. കാരണം മിറർ ഒരു പാവാണ് അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് അതന്നെ നമുക്ക് കാണിച്ചു തരും. നമ്മളെ ചീത്ത വിളിക്കില്ല, ഒന്നും പറയില്ല, മോശം പറയില്ല, എല്ലാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മിറർ നമ്മളെ മുന്നിൽ ഉണ്ടാകുന്നത് നമുക്ക് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് എന്ത് വേണമെങ്കിൽ അതിനോട് പറയാം. പക്ഷെ മിററിന് ഒരു സംഭവം ഉണ്ട്. മിററിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ജസ്റ്റ് ഈ ബോഡി ലാംഗ്വേജ് എന്താണെന്നോ നോക്കുന്നത്. ഞാൻ എങ്ങനെയുണ്ട് കാണാൻ, എൻ്റെ കൈ ഇങ്ങനെയാണോ പോകുന്നത്, എൻ്റെ കണ്ണിങ്ങനെ, അതൊക്കെ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ നമുക്കൊരു കറക്റ്റ് ഫീഡ്ബാക്ക് ആരും തരുന്നില്ല. അതായത് നീ ഇത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇത് നന്നായനെ, ആ കണ്ടന്റിൽ ഈ ഭാഗം ഒന്ന് ഇത് ചെയ്തിരുന്നെങ്കിൽ ദാറ്റ് ഷുഡ് ബി മോർ ക്യാച്ച്, യുനോ, ഇത് കുറച്ചും കൂടി അതാക്കായിരുന്നു എന്നൊക്കെ പറയുന്ന ഫീഡ്ബാക്ക് മിറർ തരൂല. ഒന്ന്. പിന്നെ മിററിന്റെ പ്രശ്നം എന്താ? അതിന് നമുക്ക് റെക്കോർഡ് ചെയ്ത് തിരിച്ചു തരാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ ആ പറയുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നു. ആ ഒരു സംഭവമാണ് ആക്ച്വലി ക്യാമറ നമുക്ക് ചെയ്തു തരുന്നത്. നമ്മൾ ക്യാമറയിൽ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നറിയോ? ഇതേപോലെ നമ്മൾ ക്യാമറയിൽ സംസാരിക്കുമ്പോൾ നമ്മളെ കണ്ടിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം ക്യാമറയിൽ നിന്ന് ആ റെക്കോർഡ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും കാണാൻ പറ്റും. നേരത്തെ ഞാൻ ഇങ്ങനെയാണല്ലേ പ്രസന്റ് ചെയ്തത്, ഈ ഭാഗം ഞാൻ ഇതാണല്ലേ, ഈ വോയിസ് മോഡുലേഷൻ ഇങ്ങനെയാണല്ലേ ചെയ്തത്, ഓക്കെ ഇവിടെ ശരി. നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ അനലൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം മിറർ കഴിഞ്ഞാല് നമ്മൾ അടുത്തത് ഉപയോഗിക്കുന്നത് എന്താ? നമ്മളെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിരിക്കും. നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമ്മളെ സഹായിക്കും, കുറ്റമൊന്നും പറയില്ല, നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരൂ എന്ന് പറഞ്ഞ കുറച്ച് പേരുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക, അവർ നമുക്ക് പറഞ്ഞുതരും. എന്നാലും നമ്മളെ ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ നമ്മൾ തന്നെയാണ്. റൈറ്റ്? അപ്പൊ അതിന് പറ്റിയ ഒരു ഉപകരണമാണ് ക്യാമറ. അപ്പൊ നിങ്ങൾ ഏറ്റവും വൃത്തിയായ പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് ആദ്യം നിങ്ങൾക്ക് മിററിൽ പ്രാക്ടീസ് ചെയ്യാം. എന്തിനാന്ന് വെച്ചാൽ ആ നൃത്തമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി, ഞാൻ എങ്ങനെയാ നിൽക്കുന്നത്, ഞാൻ നല്ല രീതിയിലാണോ ലെഗ്സ് ഒക്കെ വെക്കുന്നത്, എൻ്റെ കൈ എങ്ങനെയൊക്കെയാണോ പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മിറർ യൂസ് ചെയ്യാം. നോ ഇഷ്യൂസ്. പക്ഷെ ദ ബെസ്റ്റ് വേർഷൻ ഓഫ് പ്രാക്ടീസ് ഇസ് പ്രാക്ടീസ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. കാരണം എന്താ? ഫ്രണ്ട്സും റിലേറ്റീവ്സും നമ്മളെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലേ എന്ത് കുഴപ്പമുണ്ടെങ്കിലും അടിപൊളിയാണടാ, നീയാണ് മുത്ത്, നീയാണ് ബെസ്റ്റ് സ്പീക്കർ എന്നൊക്കെ പറയാനേ അവർ നിൽക്കൂ. കാരണം ദേ വോണ്ട് ടു മേക്ക് യു ഗ്രോ. പക്ഷെ റിയൽ ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ യു ഹാവ് ടു റെക്കോർഡ്. നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് റീവാച്ച് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എൻ്റെ പ്രാക്ടീസ് എത്രത്തോളം ആയിട്ടുണ്ടെന്ന്. ഇവിടെ നമ്മളുടെ കോഴ്സിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന് ക്യാമറ ത്രൂ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞാനും റസീന മാമും നമ്മൾ രണ്ടുപേരുടെയും ഫീഡ്ബാക്സ് അതിലേക്ക് വരും. ആ ഫീഡ്ബാക്ക് ത്രൂ ആണ് ഇവിടെ നമ്മളുടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും മിക്കവാറും. അവര് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദ ഫീഡ്ബാക്ക്. കാരണം നമ്മൾ അവരോട് പറയും, ഇങ്ങനെ കൈവച്ച ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ നിങ്ങളെ ഹാൻഡ് ജസ്റ്റേഴ്സ് കാണിക്കുമ്പോൾ നിങ്ങളെ മുഖം കാണുന്നില്ല, ഇതൊന്നും നമ്മൾ മൈൻഡ് ആക്കൂല. നമ്മൾ സ്വന്തമായി സംസാരിക്കുമ്പോൾ വി തിങ്ക് ഇറ്റ്സ് ഓക്കെ.
പക്ഷെ അത് വേറൊരാള് നമുക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോണ്ടല്ലോ, അവിടെയാണ് നമ്മളുടെ ചേഞ്ച് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ നമ്മളുടെ പ്ലാനിങ് കഴിഞ്ഞു, പ്രിപ്പയറിങ് കഴിഞ്ഞു, പ്രാക്ടീസും കഴിഞ്ഞു. അടുത്തതാണ് പോളിഷ്. പോളിഷ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി നന്നായി പ്രിപ്പയർ ഒക്കെ ചെയ്തു, എന്നിട്ട് നമ്മൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു. ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ റെക്കോർഡ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഓക്കെ ഇത് പോരാ, ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ലോ എനർജി ഒക്കെ ആയിട്ടുണ്ട്, അവിടെ കുറച്ചും കൂടി ഇത് വരണം അല്ലേ, ഓപ്പണിങ്ങിന്റെ ഒരു സംഭവം ഇത് പോരാ അല്ലേ, അല്ലെങ്കിൽ എനിക്ക് 10 മിനിറ്റാ സംസാരിക്കാൻ തന്നത്, ഞാൻ 20 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ എനിക്ക് 5 മിനിറ്റാ തന്നത്, ഞാൻ 2 മിനിറ്റേ സംസാരിച്ചിട്ടുള്ളൂ, ആ 5 മിനിറ്റിൽ ഇത് എത്തിയിട്ടില്ല, റൈറ്റ്? ഇതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. പ്ലാനിങ് കഴിഞ്ഞു, പ്രിപ്പയറിങ് കഴിഞ്ഞു, പ്രാക്ടീസും കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ശരിയാണ്, എനിക്ക് തന്ന സമയം ഞാൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇതുപോലെയാ ചെയ്യേണ്ടതെന്നുള്ള മാറ്റം കൊണ്ടുവരുന്ന സ്റ്റെപ്പാണ് പോളിഷ്. ഇവിടെ നമ്മളുടെ കോഴ്സിൽ ഇതെങ്ങനെയാ ചെയ്യാന്നറിയോ? നമ്മൾ ടൈം കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കോഴ്സിൽ നമ്മൾ ടോപ്പിക്കും കൊടുക്കും, ഇത്ര സമയത്തിന്റെ ഉള്ള വീഡിയോ ആയിരിക്കണം നിങ്ങൾ ഇടണ്ടെന്ന് പറയും. അങ്ങനെ നമ്മളെ സ്റ്റുഡൻസ് ഇത് എടുത്തിട്ട് അവർക്ക് ഈ സമയം അവർ വിചാരിക്കും അത് മാം അറിയാതെ ഇട്ടതാ, 2 to 3 മിനിറ്റ്സിലൊക്കെ എങ്ങനെയാ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുക, അതൊന്നും പറ്റില്ല, മാം അറിയാതെ ഇട്ടതാന്ന് വിചാരിച്ച് നമുക്കൊരു ലെന്തി വീഡിയോ എടുത്തിട്ട് അങ്ങ് തരും. എന്നിട്ട് അവിടെ നമ്മളെ പിടിക്കും, എന്നിട്ട് അതിനെ ചുരുക്കി അതേ കണ്ടന്റ്, ഓക്കെ, ആ 10 മിനിറ്റിൽ സംസാരിച്ച കണ്ടന്റ് അതേ സ്റ്റുഡന്റ് ലൈവായിട്ട് വരുമ്പോ അവർ ആ 3 മിനിറ്റിലേക്ക് അത് ചുരുക്കും. ഇവിടെ ഉണ്ടാവും നമ്മളുടെ മാം, ഇവിടെ ഉണ്ടാവും നമ്മളെ സ്റ്റുഡന്റ്, അവര് പറഞ്ഞിട്ടുണ്ട് മാം നമ്മൾ റെക്ടോറിയൽ വന്നേ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്, അപ്പോൾ സ്കൂളിലെ ടീച്ചറാണ് അദ്ദേഹം, അപ്പോൾ സ്കൂളിൽ അവരെന്നോട് പറഞ്ഞു നിനക്ക് 5 മിനിറ്റ് ഉണ്ട്, നിനക്ക് ഇന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഈ 5 മിനിറ്റിൽ എങ്ങനെ അത് തീർക്കണ്ടേന്ന് ഇവിടെ വന്നപ്പോഴാണ് പഠിച്ചത്. സോ യു ഗെറ്റ് പോളിഷ്ഡ് വൺസ് യു ജോയിൻ ദ കോഴ്സ്. അതൊക്കെയാണ് നമ്മളുടെ കോഴ്സിന്റെ ഹൈലൈറ്റ് തന്നെ പറയാം. കാരണം അത്രയും സ്റ്റുഡൻസിനായാലും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഹൗ ടു മാനേജ് ടൈം. ആരും ചിന്തിക്കാത്ത സംഭവമാണത്. കാരണം നമ്മളൊരു സെഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ മാത്രമല്ല അവിടെ ഉള്ളത് അല്ലെ, ഒരു 10-20 ആൾക്കാർ അവിടെ സംസാരിക്കാനുണ്ടാവും. ഞാൻ വിചാരിക്കുക എനിക്ക് തന്ന 2 മിനിറ്റിൽ കുഴപ്പമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് ആയാൽ എന്താ ഇപ്പൊ കുഴപ്പം, അപ്പൊ ഞാനൊരു 5 മിനിറ്റ് എടുത്ത്, മറ്റേയാളും ഒരു 5 മിനിറ്റ് എടുത്ത്, മറ്റേയാളും അങ്ങനെ ജസ്റ്റ് തിങ്ക് ആ ഒരു പ്രോഗ്രാമിന്റെ ലെങ്ത് അല്ലെങ്കിൽ ആ സ്കെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ നേരെ ചുവേ പോവില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മൾ പോളിഷിങ്ങിൽ ശരിയാക്കുന്നത്. അങ്ങനെ അടുത്തതാണ് പ്രസന്റ്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോളിഷ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് കയറി പോണ്ടേ? റെഡി, ഞാൻ പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 4 ടിപ്പ് തരാൻ പോവാട്ടോ. നിങ്ങളുടെ പ്രസന്റേഷൻ അടിപൊളിയാക്കേണ്ട 4 ടിപ്പുകളാണ്. ആർക്കറിയാം ഈ 4 സംഭവം? ഞാൻ ഇവിടെ എഴുതിയ 4 സംഭവങ്ങൾ ആർക്കറിയാം? ഒന്ന് പറഞ്ഞേ, എനിക്കറിയാം. ഹാൻഡ് റൈസ് ചെയ്ത് കേൾക്കട്ടെ. ഈ 4 സംഭവം അറിയുന്നവർ പറഞ്ഞേ. Anybody? എവിടെയോ ഒന്ന് മാം കേട്ടിട്ടുണ്ട്. നൈസ്. എപ്പോ ഒരു ഇതില് വായിച്ചത് കേട്ടതാ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടിപ്പാണ് 5W+1H മെത്തേഡ് എന്ന് പറയും. 5W+1H മെത്തേഡ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് 5W സൂക്ഷിക്കാനുണ്ട്. അതായത് ഞാൻ എന്താണ് സംസാരിക്കുന്നത്, എവിടെയാണ് സംസാരിക്കുന്നത്, ഏത് സമയത്താണ് സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എന്തിനാണ് സംസാരിക്കുന്നത്, അത് എങ്ങനെയാണ് സംസാരിക്കുന്നത്. അതാണ് 5W+1H മെത്തേഡ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ലേ പ്രസന്റേഷൻ നടത്താൻ വേണ്ടിയിട്ട്, ആ സമയത്ത് ഇതൊക്കെ മനസ്സിലുണ്ടാവണം. വാട്ട് ടു സ്പീക്ക്, വെൻ ടു സ്പീക്ക്, വേർ ടു സ്പീക്ക്, whom to speak, why to speak. എന്നിട്ടാണ് ഹൗ ടു സ്പീക്ക്. അതായത് ഞാനിങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഭാഷയിൽ സംസാരിക്കണോ, അത് നല്ല രസകരമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതാണോ, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ പ്രസന്റേഷൻ അടിപൊളിയാക്കേണ്ട ആദ്യത്തെ ടിപ്പാണിത്. ഓക്കെ,
അടുത്ത ടിപ്പാണ് 4 E's. 4 E's ഉണ്ട് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, നമ്മളിങ്ങനെ എനർജി ഒന്നും ഇല്ലാതെ പോയി സംസാരിച്ച ആരും കേൾക്കാൻ പോകുന്നില്ല. എന്താ ഇവരൊക്കെ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് കുറെ പേര് അവിടെ ഇരിക്കും. പക്ഷെ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു എനർജി ഇല്ലാതെ വന്ന, കേട്ടപ്പോ തന്നെ ഒരു എനർജി വന്നു അല്ലേ. അപ്പൊ നമ്മുടെ പ്രസന്റേഷൻ അടിപൊളിയാക്കണമെങ്കിൽ നമുക്ക് നല്ല എനർജി ഉണ്ടാവണം. നമുക്കത് ചെയ്യാൻ ഒരു എന്തൂസിയാസം ഉണ്ടാവണം. അല്ലാതെ ആരെങ്കിലും നീ ഒന്ന് പോയിട്ട് അത് പറഞ്ഞിട്ട് വന്നേന്ന് പറഞ്ഞ ആ മുഖത്തോടെ അല്ല നമ്മൾ പ്രസന്റേഷന് പോകേണ്ടത്. നമുക്ക് തന്നെ ഒരു എന്തൂസിയാസം ഉണ്ടാവണം. എനിക്കിത് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. ആ ഒരു ഇതിനാണ് എന്തൂസിയാസം എന്ന് പറയുന്നത്. അടുത്തെന്താ, എന്തെങ്കിലും ബ്ലാബ്ലാ അടിക്കാനല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. നമ്മളൊരു കാര്യമായിട്ട് പറയാൻ പോകുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരാം എന്ന ചിന്ത വെക്കരുത്. അതിനാണ് എഡ്യൂക്കേറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത എന്താ, എന്റർടൈൻമെന്റ് ആയിരിക്കണം. അതായത് മറ്റുള്ളവർക്ക് കുറെ നേരമായാലും ഇവിടെ സംസാരിക്കുന്നു, ഉറക്കം വരുന്നല്ലോ എന്ന് ഫീലിംഗ് ആക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഗെയിംസോ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ സീരിയസ് വിഷയങ്ങളാണെങ്കിലും അതിലൊരു നർമ്മമൊക്കെ കൊണ്ടുവന്ന് ഒരു ഹ്യൂമറൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഇന്ററാക്റ്റീവ് ഒക്കെ ആക്കി ഒരു തമാശ രൂപത്തിലൊക്കെ ആക്കി എന്തുണ്ട്, ആൾക്കാർക്ക് ആ ബോറടി മാറും. അപ്പോൾ നിങ്ങളുടെ പ്രസന്റേഷൻ അടിപൊളിയാക്കേണ്ട സെക്കൻഡ് ടിപ്പാണ് 4 E's. എന്തൊക്കെയാണ്? നല്ല എനർജി ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് തന്നെ എന്തൂസിയാസം ഉണ്ടായിരിക്കണം, എഡ്യൂക്കേറ്റീവ് ആയിരിക്കണം, എന്റർടൈനിങ്ങും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓഡിയൻസ് നമ്മളുമായിട്ട് ഹുക്ഡ് ആയിട്ട് നിൽക്കും. അടുത്ത ടിപ്പാണ് 3 I's. ഓക്കെ, അതിലെന്താ, ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. നമ്മൾ പറയുന്നത് ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ആ ഒരു ഫീലിംഗ് അവർക്ക് കൊണ്ടുവരണം. നെക്സ്റ്റ് തിങ്, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അല്ലാണ്ട് എന്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് മാത്രമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അവിടെ ഇരിക്കുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് കൂടി ഞാൻ അന്വേഷിക്കണം. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അടുത്തെന്താ, ഇന്ററാക്ട്. അതായത് ഞാൻ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ ലെക്ചർ ക്ലാസ് എടുക്കാനല്ല പോകേണ്ടത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്റ്റീവ് ആക്കിയിട്ടും അതിനെ മാറ്റണം. അപ്പൊ മനസ്സിലായോ 3 I's എന്തൊക്കെയാന്ന് മനസ്സിലായോ? 3 I's എന്തൊക്കെയാന്ന് മനസ്സിലായോ? നമ്മളുടെ കണ്ടന്റ് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ഇന്ററാക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ ഇത് കണ്ടക്ട് ചെയ്യാനും. ഓക്കെ, ദിസ് ഇസ് ദ തേർഡ് ടിപ്പ്. ഇനി ഫോർത്ത് ടിപ്പാണ് 7-38-55 പ്രിൻസിപ്പിൾ. എന്താണെന്നറിയോ? ആൽബർട്ട് മെഹ്റാബി എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് കണ്ടുപിടിച്ച ഒരു സംഭവം, കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയും. അദ്ദേഹം കണ്ടുപിടിച്ചതാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഇല്ലേ, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഈ വേർഡ്സ് ഇല്ലേ, അതിന്റെ എഫക്ട് 7%. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന വോയിസ് മോഡുലേഷൻ ഇല്ലേ, അതിന്റെ എഫക്ട് 38%. 55% നമ്മളുടെ ബോഡി ലാംഗ്വേജ് ആണ്. അതായത് ഞാൻ ഇവിടെ നിന്നിട്ട് ആൽബർട്ട് മെഹ്റാബി എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് കണ്ടുപിടിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് ഇത് എന്ന് പറയുന്നതും, ആൽബർട്ട് മെഹ്റാബി എന്ന സൈക്കോളജിസ്റ്റ് കണ്ടുപിടിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ത്രൂ ആണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിൽ വേർഡ്സിന്റെ ശതമാനം 7%, വോയിസ് മോഡുലേഷൻ്റെ 38%, ബോഡി ലാംഗ്വേജ് ആണ് മക്കളെ 55% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അത് ശരി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്നുള്ള ഫീലിംഗ് വരണം. വൈ? ബിക്കോസ് നമ്മളുടെ ബോഡി ലാംഗ്വേജിലാണ് കാര്യം കിടക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാല്ലേ, നമുക്കിപ്പോ ഒരു ഭാഷ അറിയാത്ത നാട്ടിൽ പോയാലും നമ്മൾ ഇത് വെച്ചിട്ടല്ലേ അത് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ. അത് പറഞ്ഞപ്പോഴാ എനിക്കൊരു ട്രാജഡി ആണ് കേട്ടോ. എന്നാലും ഞാൻ ഇവിടെ പറയാം. എൻ്റെ ഒരു റിലേറ്റീവ് തന്നെ, ആൾക്ക് ഹിന്ദി അറിഞ്ഞൂടാ. ആളൊരു ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർക്കാണെങ്കിൽ ഹിന്ദി അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടാ. ഇയാൾക്കാണെങ്കിൽ മലയാളം അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ഡോക്ടർ ഇങ്ങനെ കാണിച്ചു, ഡോക്ടർക്ക് മനസ്സിലായി ഇയാൾക്ക് മലയാളം അറിയൂ, എനിക്കാണെങ്കിൽ ഹിന്ദി അറിയൂ. അപ്പൊ ഡോക്ടർ ഒരു ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തു. എന്താണെന്നറിയോ? അതായത് 1.5 കൂടുമ്പോ 2 ഗുളിക കഴിക്കണം കേട്ടോ. 2 ഗുളിക കഴിക്കണം. മനസ്സിലായോ? ഇയാള് അതാണ് മനസ്സിലാക്കിയത്. 1-2 ഗുളിക. ഒരു ദിവസം 2 ഗുളിക. ഓക്കെ, ഒരു ദിവസം 2 ഗുളിക. ഫൈൻ.
പക്ഷെ ഡോക്ടർ ഉദ്ദേശം എന്താണെന്നറിയോ, ലൈക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കൊന്നും മനസ്സിലായില്ല. ഡോക്ടർ അടുത്ത് തിരിച്ചു പോയപ്പോ ഡോക്ടറാ പറഞ്ഞത്, പടച്ചോനെ ഞാൻ ഇയാളോട് പറഞ്ഞ 2 ദിവസം കൂടുമ്പോ 1 ഗുളിക കഴിക്കാനാ, ഇയാള് ഒരു ദിവസം 2 ഗുളിക കഴിച്ച്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണോ സംസാരിക്കാൻ വിചാരിക്കുന്നത് അതടക്കം തെറ്റിപ്പോവും. അതാണ് 7-38-55 പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മുടെ കോഴ്സ് ത്രൂ വി ഹാവ് എ സ്പെഷ്യൽ സെഷൻ ഫോർ ബോഡി ലാംഗ്വേജ് ആൻഡ് വോയിസ് മോഡുലേഷൻ. നമ്മളെ കോഴ്സ് ത്രൂ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സംഭവം, നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു വിഷയമാണെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ വേറെ എന്തോ ആയിട്ടാണുള്ളത്. ആ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ചെയ്താലാണ് ശരിയാവുക, ഐ കോണ്ടാക്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത്, ക്യാമറയിലേക്ക് ഇങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ലൈക്ക്, ഓ മൈ ഗോഡ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും കാലം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെയും ഒരു സംസാരം ഉണ്ടെന്ന് മനസ്സിലായത്. റൈറ്റ്? അപ്പോ നമ്മളുടെ കോഴ്സിന്റെ കാര്യം ഞാൻ പറയാം. നമ്മളെ കോഴ്സ് ത്രൂ ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ബാച്ചായ 7 ഡേയ്സിന്റെ ബാച്ചിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. വിച്ച് ഇൻക്ലൂഡ്സ് ഈവൻ വീഡിയോ. നമ്മൾ വീഡിയോ എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് അതിന്റെ ഫീഡ്ബാക്ക് തന്ന് നിങ്ങളുടെ ബോഡി ലാംഗ്വേജും വോയിസ് മോഡുലേഷൻ അടക്കം എല്ലാം കൃത്യമാക്കി തന്നിട്ടേ നിങ്ങളെ വിടുള്ളൂ. ദാറ്റ് ഈസ് അവർ 7 ഡേയ്സ് സ്പെഷ്യൽ ബാച്ച്. യൂഷ്വലി നമ്മളുടെ ബാച്ച് വരുന്നത് 40 ഡേയ്സ് ആണ്. ദിസ് ടൈം വി ആർ കീപ്പിംഗ് എ 7 ഡേയ്സ് സ്പെഷ്യൽ ബാച്ച്. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഐ തിങ്ക് ചാറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോ നമുക്ക് ഒന്നുകൂടെ സംസാരിച്ചിട്ട് നിർത്താട്ടോ. There are 2 types of people. Okay? ആരായിരിക്കും അത്? ആർക്കറിയാം? These 2 type. ഈ 2 type of people ആർക്കൊക്കെ അറിയാം? ഒന്ന് പറഞ്ഞേ. SGAI, WOPT. ആർക്കറിയാം? ആരായിരിക്കും ഈ 2 types of people? അറിയില്ല. ഇല്ല. അപ്പൊ ഞാൻ പറയട്ടെ, SGAI people ആരാന്നറിയോ? Those people set goals and achieves it. Okay? The people who sets goal and achieves it. അതായത് അവരൊരു ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ട്. That is one type of people. Second type of people ആരാന്നറിയോ? WOPT. അത് ആരായിരിക്കും? ഞാൻ പറയാം. വാട്ട് അതർ പീപ്പിൾ തിങ്ക്. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് പീപ്പിൾ. അതായത് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണ ആഗ്രഹമുണ്ട്, എന്നാലും എന്താ അവരൊക്കെ വിചാരിക്കുക, എന്താ ഇവര് വിചാരിക്കുക, അപ്പോ അത് ചെയ്താ ഇതാവോ, ഇത് ചെയ്താ അതാവോ, എന്നിട്ട് എന്ത് സംഭവിക്കും? അങ്ങനെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകും. വേറെ വഴിയില്ല, കാരണം മരണം വരെയും we have other people thinking about us. Right? So these are the 2 types of people. ആരാണ്? Set goals and achieves it. Second one is what other people will think. അപ്പൊ മക്കളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതിൽ ഏതിലാ പെടുക? ചിന്തിക്കായിരിക്കും അല്ലേ? So on that note, I am stopping the sharing. Yes, ആരോ എന്തോ പറഞ്ഞല്ലോ. രണ്ടാമത്തേല് പൊടുഞ്ഞ്. What other people think. അപ്പൊ എന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? വാട്ട് അതർ പീപ്പിൾ തിങ്ക് ടൈപ്പ് ആയ എന്ത് സംഭവിക്കും? അങ്ങനെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പോകാനേ പറ്റൂ, വേറൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഞാനിത് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന കേട്ടോ. ഐ ആം സച്ച് എ പേഴ്സൺ. ടിൽ ദ ടൈം ഐ സ്റ്റാർട്ടഡ് ഇങ്ങനെ പേഴ്സണൽ ഡെവലപ്മെന്റ് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെയും ഞാൻ ചിന്തിക്കാറ് എന്താണെന്നറിയോ? അയ്യോ, ഇതിങ്ങനെ പോയാൽ അവരെന്ത് ചിന്തിക്കും, ഇങ്ങോട്ട് പോയാൽ ഇവരെന്ത് ചിന്തിക്കും. പിന്നെ എനിക്ക് മനസ്സിലായ, സത്യം പറഞ്ഞാൽ അവർക്കൊന്നും അവരെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയമില്ല. അവരെന്താന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ സമയമില്ലാന്ന് എനിക്ക് അതിനുശേഷം മനസ്സിലായത്. ഞാൻ എപ്പോഴും വിചാരിക്കാൻ ഞാൻ ഭയങ്കര സെലിബ്രിറ്റിയാ, അവരെന്നെ കുറിച്ച് ചിന്തിച്ചിട്ടിരിക്കുകയാണ്. നോ, they are not thinking about us. We are the person who have to think about us.
Okay, ready alle to think for yourself, be for yourself, set goals and achieve it. Ready? റെഡി. അപ്പോൾ on that note, thank you so much dears. ഇന്നത്തെ സെഷൻ ഞാൻ ഭയങ്കര സ്മോൾ ക്രിസ്പ് ഷോർട്ട് ആക്കിയിട്ട് വെച്ചതാ, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്താ ഫർസാന മാം ഒരു ടൈപ്പ് 1 ഗുഡ്, അടിപൊളി. യെസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച്? നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിങ്ങിൽ ഏറ്റവും കേൾക്കുമ്പോൾ തന്നെ അയ്യോ പബ്ലിക് സ്പീക്കിങ്ങോ എന്ന് തോന്നിയ ഒരു സംഭവം എന്താ? എന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ടോ? യെസ്, ബഷീർ സാറിനെ കാണുന്നുണ്ട്. ഡൗട്ട് പറയൂ. ഈ സ്റ്റേജിൽ കയറുമ്പോഴുള്ള ഫിയർ എന്താ പറയാ ഫസ്റ്റ് മാറ്റാന്, ഇതിപ്പോ ഒരു ക്ലാസ് ആയിട്ട് ഓൾറെഡി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഡെവലപ്മെന്റ് അല്ലേ ഇപ്പൊ ഇത് ഉദ്ദേശിക്കണം? അത് ഓൾറെഡി ചെയ്യുന്നവർക്കല്ല, ഫ്രം ദ ബിഗിനേഴ്സിനും കൂടിയിട്ടാണ്. ഇതിലൊക്കെ മാറ്റാനുള്ള പരിപാടി എനിബഡി ഉണ്ട്. ഇതിൽ കോൺഫിഡൻസ് ബിൽഡിങ്ങും ഓവർകമ്മിങ് ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് സെഷൻസ് ഉണ്ട്. അത് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ആരാ പറഞ്ഞ ബിസിനസ് സ്കൂളിലൊക്കെ പോയിട്ട് MBA കാറ് വെറുതെ ബുക്ക് എടുത്തിട്ട് വായിക്കുന്ന സംഭവമല്ല ഇത്. ഞാനും റസീനും ഒക്കെ നമ്മൾ തന്നെ നമ്മളുടെ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്ത സംഭവങ്ങളാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടാവും. അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയും നമ്മൾ പറഞ്ഞു കൊടുത്തത് ദാറ്റ് ഇതാണ് നമ്മൾ ചെയ്തത്, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് പറയും, ഓ ശരിയാണ് മാം, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നിങ്ങൾ അത് പറഞ്ഞത് എൻ്റെ തലയിലേക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തു, അങ്ങനെയാണ് ഞാനിത് ചെയ്തത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ബുക്കിൽ വായിക്കുന്ന സംഭവമല്ല. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ രണ്ടുപേരും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത സംഭവങ്ങൾ വി ആർ ഇംപാർട്ടിങ് ഇറ്റ് ടു അതേഴ്സ്. ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് ഈ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന പോലെ ഒരു ഫീഡ്ബാക്ക് പറയൂ, നിങ്ങളൊരു ഒപ്പീനിയൻ പറയൂ എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും ഇതേപോലെ ബിഹൈൻഡ് ദ ക്യാമറ ആയിരുന്നു ഞാനൊക്കെ, അല്ലെ? ഒരിക്കലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്യാമറ ഓൺ ചെയ്യാനോ പറ്റില്ലായിരുന്നു. അവിടുന്നാണ് പിന്നീട് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഒക്കെ സെഷൻസ് എടുക്കുന്ന രീതിയിൽ, പാരന്റിങ് ആയാലും അല്ലാതെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ എടുക്കുന്ന രീതിയിലേക്ക് വന്നത്. ഇതേപോലെ ഒരുപാട് പ്രാക്ടീസും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ പഠിക്കുകയാണ്. ഹൗ ടു ഡു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫിയർ ഫാക്ടർ എന്താണെന്നറിയോ? അവിടെയുള്ള നമ്മുടെ ഫിയർ ഫാക്ടർ എന്ന് പറഞ്ഞ സാർ പറഞ്ഞ ഫിയർ ഫാക്ടർ എന്ന് പറയുന്നത് വാട്ട് അതേഴ്സ് തിങ്ക് ആണ്. വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളതും അതേപോലെ തന്നെ തെറ്റിപ്പോവോ, മാറിപ്പോവോ, ആ സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുമോ, ഓവറായി പോവോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ഫിയർ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോസസ്സാണ്. നമ്മൾ ആ സ്റ്റേജിൽ കയറി നിന്നിട്ട് എന്തെങ്കിലും പറയാന്നുള്ളതല്ല. നമുക്ക് കിട്ടിയ സമയത്തിനുള്ളിൽ കിട്ടിയ ടോപ്പിക്കിന്റെ മുകളിൽ ഏറ്റവും ഭംഗിയായിട്ട് ഓഡിയൻസിനെ എൻഗേജ് ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ പഠിക്കുന്നതും. അങ്ങനെ പഠിക്കുമ്പോൾ ഇത് അറിയുന്ന ഒരാൾക്ക് എന്തിന്റെ ആവശ്യമില്ല, ആ ഒരു ഫിയർ വരേണ്ട കാര്യമല്ല. എന്നാലും ഉണ്ടാകും ആ ഒരു ഓൺ ദ മൊമെന്റ്, അറ്റ് ദ മൊമെന്റിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഫിയർ ഫാക്ടർ വന്നേക്കാം. അവിടെയും നമ്മൾ അതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോഴ്സ് ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്ത ആളുകളുമുണ്ട്. അപ്പോ അതുകൊണ്ടാണ് അത് എക്സ്പീരിയൻസ് വെച്ച് അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യില്ല. ഇത് വേണം, ഇത് മറ്റുള്ളവർക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ഏരിയയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം ഇതുപോലെ. അതുകൊണ്ടാണ് സ്പെഷ്യലി നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് തന്നെ ഇത് കൊടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉള്ളത്. വെറുതെ നമുക്ക് ആളുകളെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ വരൂ ഞങ്ങൾ പഠിപ്പിക്കാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് തന്നെ ഉണ്ട്, അല്ലെ? ആ ഒരു തലത്തിലേക്ക് ഞങ്ങളെ ഓഡിയൻസ് അല്ലെങ്കിൽ ഞങ്ങളെ സ്റ്റുഡൻസിനെ എത്തിക്കാൻ പറ്റും ഇഫ് യു ആർ ഡൂയിങ് ദ ടാസ്ക്. കാരണം അത്രയും സ്പെസിഫിക് ആയിട്ട് ടാസ്ക് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ കോഴ്സിൽ പോകുന്നത്. അതായത് വെറുതെ തിയറി പഠിപ്പിച്ചില്ല, എങ്ങനെയാണ് ഇട്ടോ തിയറി പഠിപ്പിച്ചു വിടുന്നതല്ല. എന്നാൽ പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ട് വന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ ആ ടൈം ലിമിറ്റ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരിക്കലും സാറ് പറയുന്ന സാറിന്റെ കൺസേൺ എനിക്ക് മനസ്സിലായ ഒരു ഫിയർ ഫാക്ടർ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ആ സമയത്ത്. ആക്ച്വലി ബഷീർ സർ, ദർ ഇസ് സംതിങ് ലൈക്ക് ഇപ്പൊ സാർ ഉദ്ദേശിക്കുന്ന ഫിയർ ഇല്ല, അത് ഫിയർ അല്ല ആക്ച്വലി, അത് ഫോബിയ എന്ന് പറയും.
ഫിയറും ഫോബിയും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. യു നോ വാട്ട്? ഫിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് പാമ്പിനെ പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് കത്തി പേടിയാണ്. കത്തി എടുത്തിട്ട് കൈ ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് എനിക്കൊരു പേടിയുണ്ട്, ഒയ്യോ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ മുറിയൂട്ടോ. ദാറ്റ് ഇസ് ഫിയർ. ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആ കത്തി കാണുമ്പോൾ തന്നെ കത്തി എന്നുള്ള ആ ഒരു പേടിയില്ല. കത്തി അവിടെ എവിടെയോ കിടക്കുന്ന കത്തി, ആ കത്തിനെ കാണുമ്പോൾ തന്നെ ഞാൻ പേടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫോബിയ. അതൊരു വേണ്ടാത്ത പേടിയാ. അപ്പൊ ഞാൻ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഒരു ചെറിയ ഫിയർ ഒക്കെ ഉള്ളത് ഇസ് ഫിയർ. പക്ഷെ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ കയറിയ എന്ത് സംഭവിക്കും, എനിക്ക് ഇതാവോ, എനിക്ക് ബോധം കെടുവോ, എൻ്റെ കാല് വിറക്കോ, എൻ്റെ കൈ തളർന്നു പോവോ, എൻ്റെ ബുദ്ധി ഇല്ലാണ്ടാവോ, എൻ്റെ കണ്ണിന് മുമ്പിൽ ഇരുട്ടാവോ, ഞാൻ പറയുന്നതൊക്കെ ബബായിപ്പോ. ദാറ്റ് ഇസ് ഫോബിയ. കാരണം അത് സംഭവിച്ചിട്ടില്ല, വെറുതെ നമ്മൾ ഉള്ളിൽ നിന്നൊരു ഫോബിയ വരിക. ഫിയർ ഇസ് ഡിഫറെന്റ് തിങ്. ഫിയർ സത്യം പറഞ്ഞാൽ നല്ലതാണ്. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പിന്നെന്താ ഞാൻ സംസാരിക്കാലോ, കമോൺ ഗിവ് മി ദ മൈക്ക്, അങ്ങനെ ആയിപ്പോവും. കുറച്ച് ഫിയർ ഒക്കെ വേണം. ഫോബിയ വേണ്ട. ഫോബിയ ആകുമ്പോഴാണ് നമ്മളത് ചെയ്യാതിരിക്കുന്നത്. ഫോബിയനെ കളയണം. അതെങ്ങനെ കളയും? സാർ ഇപ്പൊ ചെയ്തത് വൺ ഓഫ് ദ കുറെ പേർക്ക് ചെയ്യാൻ പറ്റാത്ത സംഭവം എന്ത്? ഈ വീഡിയോ ഓൺ ആക്കാനും ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനും. ഇത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുറെ പേരുണ്ട് ഹു ഇസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. സോ ദിസ് ഇസ് ഫസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ആക്കി മൈക്ക് അൺമ്യൂട്ട് ആക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് യുവർ ഫസ്റ്റ് കോൺഫിഡൻസ്, ഫസ്റ്റ് ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറയാം നമുക്ക്. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ ഇങ്ങനെയാ ഉണ്ടായത്. നമ്മളോട് എൻ്റെ പേരൊക്കെ കണ്ടിട്ട് ആ ലൈല പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ലൈല എന്ന് വിളിച്ച് ഞാൻ എന്ത് പറയും? ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവർ എന്നെ തല്ലാൻ പോകുന്നില്ല, കൊല്ലാനും പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് അത് അൺമ്യൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഐ എം സ്കേർഡ്. എൻ്റെ പേര് വിളിക്കുമ്പോൾ തന്നെ ഐ എം സ്കേർഡ്. അതേപോലെ നമ്മൾ PTA മീറ്റിങ്ങിന് പോയി സ്കൂളിൽ, എനിക്ക് പലതും ഉണ്ടാവും പറയാൻ. നിങ്ങളുടെ സ്കൂളിൽ ഇന്നത് ശരിയാക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം നന്നായിട്ടുണ്ട്, ഇന്ന കാര്യം ശരിയാക്കാനുണ്ട് എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നും. അല്ലെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്താ, മൈക്ക് വന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറയുമ്പോ ഒന്നുമില്ല ഒന്നുമില്ല, ഇങ്ങനെയായിരുന്നു. അതെന്തുകൊണ്ടാ? വെറുതെ ഒരു പേടി. ഞാൻ എണീറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് മറ്റേയാൾക്ക് മനസ്സിലാവില്ല, വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. അവിടെ വീണ്ടും നമ്മൾ അതായി മാറുകയായിരുന്നു. ബട്ട് വൺസ് ദിസ് സ്കിൽ ഇസ് ഡെവലപ്ഡ്, ഈ ഒരു സ്കില്ലില്ല, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കോൺഫിഡൻസ് ഒരു ലെവൽ മേലോട്ട് പോകും. കാരണം നമ്മളെ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് ഈ ഒരു സ്കില്ല് ബേസിക്കലി ചെയ്യുന്നത്. അതാ. നമുക്ക് ആർക്കും സംസാരിക്കാൻ അറിയാനിട്ടാണോ? വി ഓൾ ആർ സ്പീക്കിംഗ് അല്ലേ, നമ്മളെല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ചെയ്ത് സംസാരിക്കുമ്പോൾ ദാറ്റ് ഈസ് പബ്ലിക് സ്പീക്കിംഗ്. ഓക്കെ സർ? ഓക്കെ. അല്ല, ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഞാനൊരു ഡയറക്ടർ സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ. അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. ഇപ്പൊ ഞാൻ സൂമിലൊക്കെ ക്ലാസ് എടുക്കും, കാര്യങ്ങൾ എടുക്കും. പക്ഷെ എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരലുണ്ട്. ഞാൻ അതിന്റെ മുന്നേ ഒരുപാട് ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട് മാമിന്റെ. എനിക്ക് ടൈമിന്റെ പ്രശ്നം കാരണം ഞാൻ ഇങ്ങനെ വേറെ ക്ലാസ്സുകൾ കാരണം അങ്ങനെ മാറ്റി വെക്കൽ പരിപാടി ഉണ്ടല്ലോ, അത് എനിക്കുണ്ട്. നാളെ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് അത്യാവശ്യമാണേനോ, അങ്ങനെ ആലോചിച്ചപ്പോ ഇത് അത്യാവശ്യമാണേനോ. മുൻനിരയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വേണം. കാരണം നമ്മൾ ഒരു 10-200 ആള് ഉള്ള സ്റ്റേജില് കമ്പനി മീറ്റിങ്ങുകൾ ആവുമല്ലോ. ഈ ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനിയാണ്. അപ്പൊ അവരെ മീറ്റിങ്ങുകളിൽ 10-200 ആളൊക്കെ ഉണ്ടാവുമ്പോ അവിടെ നിങ്ങൾ സംസാരിക്കുന്ന കോൺഫിഡൻസിലാണ് മറ്റുള്ളവർക്ക് തോന്നുക, ഓ ആണല്ലേ, ശരിയാണല്ലേ. നമുക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി നമുക്ക് സംസാരിക്കാനും പറ്റണം, നല്ല ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റണം, നല്ല വോയിസ് മോഡുലേഷൻ കൊടുക്കാൻ പറ്റണം. അന്നേരമാണ് ആ ഒരു പവർ അവിടെ വരുന്നത്. യെസ്, ദിസ് ബിസിനസ് ഇസ് വർക്കിംഗ് ബിസിനസ്. അല്ലാതെ നമ്മൾ ഇപ്പോ ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാളെടുത്ത് പോയിട്ട് നല്ലൊരു എഞ്ചിനീയർ ആണ് കേട്ടോ, നല്ല എഞ്ചിനീയർ ആണ്, എല്ലാ അളവും അറിയാം, അയാളോട് പോയിട്ട് ഈ ഒരു റൂമിന് ഇപ്പോ എത്ര സിമെന്റ് വേണ്ടി വരും എന്ന് പറയുമ്പോൾ അയാള് ഈ റൂമിന് ഒരു 3-4 ചാക്ക് സിമെന്റ് വേണമായിരിക്കും അല്ലേ, തീർന്ന്.
നമ്മൾ പിന്നെ അവരെ ആ വീട്ടിന്റെ അടുത്ത് അടുപ്പിക്കൂല. ഏകദേശം കോൺഫിഡൻസും ഇല്ല, അയാൾക്ക് ഒരു ബുദ്ധിയില്ല. പക്ഷെ ശരിക്കും നല്ല ബുദ്ധിയില്ല മനുഷ്യനായിരിക്കും, കറക്റ്റ് ആയിരിക്കും പറയുന്നത്. പക്ഷെ ആ പറയുന്നതിൽ he is not able to express himself. Whereas some people are there, ഒന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അടിപൊളിയായിരിക്കും സംസാരിക്കുക. അപ്പൊ നമ്മൾ അയാളുടെ ബാക്കിലും പോകും. എന്തുകൊണ്ടാ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ പറയുന്നില്ല, അവൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ പറ്റിച്ചു പോകുന്ന പ്രതീക്ഷയില്ല. അതും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ടല്ല സംഭവിച്ചത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് ഏതൊരു ബിസിനസ്സിലേക്കും, ബിസിനസ് മാത്രമല്ല, ഈവൻ അവർ പേഴ്സണൽ ലൈഫ്, വെരി ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. എന്താ ഫസ്റ്റ് പറയുമ്പോ എനിക്ക് സൗണ്ട് വരില്ല. ഓക്കെ, അതന്നെയാണ്, അതാ ഫോബിയ കൊണ്ടാണ് അല്ലേ? എനിക്ക് അങ്ങനെ സൗണ്ട് അല്ല കേട്ടോ, എനിക്ക് എന്റെ ഹാർട്ട് എന്റെ കയ്യിലേക്ക് വരും, എന്നിട്ട് ഞാൻ തിരിച്ചു വെക്കും, കിടക്കവിടെ. അങ്ങനെ പോന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? എനിപ്പടി എൽസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബഷീർ സാർ നമ്മളെ ഗ്രൂപ്പിലില്ലേ? ഉണ്ട്, ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിന് കയറലുണ്ട്. ഓക്കെ ഓക്കെ. ജൂലൈ ഞാനിക്ക് ഇതിന്റെ ഈ ശരിക്കുള്ള ഈ ക്ലാസ്സിൽ എനിക്ക് ഇതുവരെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്മള് ടീമിനെ ബിൽഡപ്പ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. പക്ഷെ ഇനി എനിക്കിത് ആവശ്യം വരും, അത് എനിക്ക് മുൻകൂട്ടി മനസ്സിലായതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് ക്ലിയർ ആക്കണമെന്നുണ്ട്. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 11-നാണ് കേട്ടോ. ഈ 7 ഡേ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 11-നാണ്. 7 ദിവസം മറ്റേ ലൈവ് ഉണ്ടാവും അല്ലേ? അങ്ങനെ ലൈവ് ഉണ്ടാവും. ബാക്കി പിന്നെ ബാക്കി വാട്സാപ്പിൽ ഉണ്ടാവും. കാരണം മെയിൻ തിങ് ഇതില് നമ്മുടെ ഫീഡ്ബാക്കിലാ കാര്യം. നിങ്ങൾ ടാസ്ക് ചെയ്യലും ആ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അതിനെ റീക്രാഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കലും, അന്നേരമാണ് നമ്മൾ ആ ചേഞ്ചസ് കൊണ്ടുവരാം. അപ്പൊ ടാസ്ക് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ കയറിയിട്ട് കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് സെയിം ലൈക്ക് വാച്ചിങ് എ യൂട്യൂബ് ചാനൽ അല്ലേ? നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവ് എനിക്ക് ഉണ്ടായിരുന്നു, അതും കൂടി മനസ്സിലാക്കുന്ന വെൻ യു ഡു ദ ടാസ്ക്. നിങ്ങൾ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന്, അതെനിക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് മനസ്സിലായത്, ഓ ഇങ്ങനെയാണല്ലേ ഞാൻ സംസാരിക്കുന്നത്, എനിക്കറിയില്ലായിരുന്നു. ഇറ്റ്സ് ത്രൂ ദാറ്റ് ഫീഡ്ബാക്ക് ഐ അണ്ടർസ്റ്റാൻഡ്. ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ടാസ്ക് ചെയ്യാതെ നമുക്കൊന്നും ഫീഡ്ബാക്ക് പറയാനും പറ്റൂല. അപ്പൊ ടാസ്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. ദാറ്റ്സ് ദ ഓൺലി തിങ് ഐ ഹാവ് ടു സേ. എക്സ്ക്യൂസ് മീ മാം, യെസ്. ഇപ്പൊ നമുക്ക് ടാസ്ക് തരുന്ന, എന്റെ പേര് ഷാഹിദ. ഞാൻ കുറച്ച് ലേറ്റ് ആയി, കയറാൻ ലേറ്റ് ആയി. ഇപ്പോൾ തന്നെ പുറത്തായിരുന്നു, ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പൊ മുന്നെന്താ പറഞ്ഞിരുന്നെന്ന് അറിയില്ല, ജസ്റ്റ് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ടാസ്ക് തരാന്ന് പറയുമ്പോ അത് നമുക്ക് പിറ്റേ ദിവസം തന്നെ ക്ലാസ് ആകുമ്പോ വൺ ഡേ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടാസ്ക് ആയിരിക്കോ തരുന്നത്? പിറ്റേ ദിവസം ആയിരിക്കില്ല. 7 days എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇന്ന് പിന്നെ മറ്റന്നാ 1 day ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഓൾട്ടർനേറ്റ് ഡേയ്സ്. ഓക്കെ, ഓൾട്ടർനേറ്റ് ഡേയ്സ്. അതായത് ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു ടാസ്ക് ഉണ്ടാവും. ആ ടാസ്ക് നിങ്ങൾ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ചെയ്യുന്നു, നമുക്ക് സെൻഡ് ചെയ്യുന്നു, നമ്മളത് ഫീഡ്ബാക്ക് തരുന്നു. പിറ്റേ ദിവസം നിങ്ങൾ ക്ലാസ്സിന് വരുമ്പോൾ ഇതേ സംഭവം ലൈവായിട്ട് പ്രസന്റ് ചെയ്യുന്നു. വിത്ത് ഫീഡ്ബാക്കിന്റെ, നമ്മളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വേണം വരാൻ. ലൈവായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടും അല്ലെ? ലൈവായിട്ട് പ്രസന്റ് ചെയ്ത് ലൈവായിട്ട് പ്രസന്റ് ചെയ്യാതെ ഒന്നും നടക്കൂല. ലൈവ് പ്രസന്റേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നില്ല. അത് വേണം, ഞാൻ ചോദിക്കായിരുന്നു ഉണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് വിളിച്ചുണർത്തിയിട്ട് ചെയ്യിപ്പിക്കും. ഇവിടെ നമ്മളെ സ്റ്റുഡൻസ് ആരും ഇല്ലേ, കാണുന്നില്ലല്ലോ. അവർക്കറിയാം നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് 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 നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ അടങ്ങുള്ളൂ. ഇല്ലാണ്ട് നമുക്കൊരു സമാധാനം ഇല്ല. ഞാൻ കുറച്ച് സമാധാനിക്കാന്ന് വിചാരിച്ചാൽ റസീന സമാധാനിക്കൂല, റസീന സമാധാനിക്കാന്ന് വെച്ചാൽ ഞാൻ സമാധാനിക്കൂല. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ടാസ്ക് ചെയ്യും, നമുക്കും സമാധാനം ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പൊ ജൂലൈ 11th ആണ് നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
ഇത് സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്പൺ ഫോർ എവ്രി വൺ. അതുകൊണ്ടാണ് ഇത് സ്പെഷ്യൽ ആകുന്നത്. 7 days ബാച്ച് ഇസ് ഓപ്പൺ ഫോർ എവ്രി വൺ. ഓപ്പൺ ഫോർ എവരി വൺ മീൻസ് അതല്ലെങ്കിൽ വേറെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു? കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഒള്ളി ഫീമെയിൽസിനെ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒള്ളി കുട്ടികളെ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒള്ളി ജെൻസ് മാത്രമായിരുന്നു. ഇത് നമ്മൾ ചെറിയ കുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട്. കോളേജ് തൊട്ടിട്ടുള്ള കുട്ടികളെ തൊട്ടിട്ട് എനിബഡി who can understand and who will do the task. Okay. Apo anything else? Okay, thank you. Thank you. On that note, നമുക്ക് end ചെയ്താലോ റസീന? വേറൊന്നുമില്ലാന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇപ്പൊ കിടന്നുറങ്ങിയാലോ, നാളെ രാവിലെ എണീറ്റിട്ട് നമ്മള് മെഡിറ്റേഷന്റെ ക്ലാസ് കൊടുക്കാറുണ്ട് അല്ലേ? രാവിലെ 5:30 ആകുമ്പോൾ നമ്മളെ മെഡിറ്റേഷൻ തുടങ്ങുന്നതാണ്. വാട്ട് അതേഴ്സ് തിങ്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് അല്ലെ. ടു ടൈപ്പ് ഓഫ് പീപ്പിൾ. ഒരു കൂടെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. രണ്ടാമത്തെ പീപ്പിൾ വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെ ഗോൾ സെറ്റ് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഹീലിങ്ങും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ പേഴ്സണൽ ഹീലിങ്ങും സെൽഫ് ലവ് പോലെയുള്ള മൈൻഡ് കോച്ചിങ് പോലെയുള്ള മൈൻഡ് പവർ ട്രെയിനിങ് പോലെ അല്ലെങ്കിൽ മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 10ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10ാം തീയതി, ജൂലൈ 10ാം തീയതി. അപ്പൊ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത ആളുകൾക്ക്, ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകൾക്ക് നമ്മളിപ്പോ മോർണിംഗ് 5:30ക്ക് നമ്മൾ മെഡിറ്റേഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെഡിറ്റേഷൻ മാത്രം മോർണിംഗ് സേവേഴ്സ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ആക്ച്വൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10ാം തീയതിയാണ്. അപ്പൊ അങ്ങനെ ഒരു കോഴ്സും കൂടെ നിലവിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്കില്ല് പഠിച്ചപ്പോഴാണ് എഞ്ചിനീയർ ആയ ലൈലയ്ക്കും ടീച്ചറായ എനിക്കും കൂടുതൽ സാധ്യതകളിലേക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് പഠിച്ചപ്പോഴാണ് കൂടുതൽ പഠിക്കാനും കൂടുതൽ സാധ്യതകളിലേക്ക് എത്താനും ഇതേപോലെ നിങ്ങളുടെ മുമ്പിൽ വരാനും ഒക്കെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത്രയും നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ആയിട്ടുള്ള സ്കില്ല് തന്നെയാണ് പബ്ലിക് സ്പീക്കിംഗ്. സോ ഈ 2 കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഹീല് ചെയ്ത് ട്രോമ റെസ്പോൺസിനൊക്കെ ഹീല് ചെയ്ത് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 2nd കോഴ്സ് ഞാൻ ഗ്രൂപ്പിൽ ഇവിടെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ജൂലൈ 10ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഹീൽ യുവർ മൈൻഡ്, ഫീൽ യുവർ സോൾ ആൻഡ് ഡീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ്. അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഇതേ സെയിം നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Okay. Okay, on that note, we are winding up today. See you next day. Thank you all. Good night. Thank you. Good night.